പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. യുഎഇയിൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനത്തിന് കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ചൂഷണത്തിൽ നിന്ന് തൊഴിലാളികളെയും തൊഴിലുടമകളെയും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. താൽക്കാലിക സ്ഥിരം ജീവനക്കാരുടെ റിക്രൂട്ടിംഗ് നടപടികൾ ഏർപ്പെടുന്ന ഏജൻസികളുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത്. പുതിയ വ്യവസ്ഥകൾ പാലിക്കുന്ന ഏജൻസികൾക്ക് മാത്രമേ റിക്രൂട്ടിംഗ് ലൈസൻസ് ലഭിക്കൂ. തൊഴിലുടമ ആഗ്രഹിക്കുന്ന വിധം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ കണ്ടെത്തി നിയമിക്കാൻ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് അനുമതിയുണ്ട്. റിക്രൂട്ടിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കും. 1 വർഷത്തിനിടെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാത്തവർ ആയിരിക്കണം അപേക്ഷകർ. ലൈസൻസിന്റെ ഇനമനുസരിച്ച് 3 മുതൽ 10 ലക്ഷം ദിർഹം വരെ നിർബന്ധിത ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കണമെന്നും നിബന്ധനയുണ്ട്. ലൈസൻസിനായി സമർപ്പിച്ച രേഖകൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. നിബന്ധനകൾ പാലിക്കാത്ത അപേക്ഷകൾ തള്ളുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് പുതിയ നിയമം. പകർച്ചവ്യാധി ബാധിതരും സംശയിക്കപ്പെടുന്നവരും യാത്ര ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം. പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യമിട്ട പുതിയ നിയമം ദുബായിൽ പാസാക്കി. സാംക്രമിക രോഗം ബാധിച്ചവരും സംശയിക്കപ്പെടുന്നവരും ആശുപത്രിയിലേക്ക് ഒഴികെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യാത്ര ചെയ്യരുത്. രോഗം പടരാൻ സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മക്തൂം അംഗീകരിച്ച നിയമം 90 ദിവസത്തിനുള്ളിൽ നിലവിൽ വരും. ആരോഗ്യ മന്ത്രാലയ അധികൃതർ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രോഗവ്യാപനം തടയുന്നതിന് വ്യക്തികൾ ശ്രദ്ധിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാസ്ക് ധരിക്കുക, ശാരീരിക അകലം പാലിക്കുക തുടങ്ങിയ ശുചിത്വ നടപടികളും കർശനമായി പാലിക്കണം. ദുബായിലെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും നിയമം നടപ്പിലാക്കണം. നിയമലംഘകർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നിരോധനമില്ലെന്ന് ഓസ്ട്രേലിയ. ചില ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിസ അപേക്ഷകൾ തടയുന്നുണ്ടെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ. UP, പഞ്ചാബ്, ഗുജറാത്ത്, കശ്മീർ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നുവെന്ന വാദം തെറ്റാണെന്ന് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ പ്രസ്താവന ഇറക്കി. ഓസ്ട്രേലിയയിൽ നിലവിൽ 1,25,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വിസ തീരുമാനങ്ങൾ ഓരോ രാജ്യത്തിന്റെയും അധികാരപരിധിക്കുള്ളിലാണെന്നും ഇന്ത്യ പ്രതികരിച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് നിർദ്ദേശിച്ച ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഗട്ടന്റെ അഭിപ്രായത്തെ തുടർന്നാണ് ഈ വിഷയം കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 25% കുറയ്ക്കുകയും സ്ഥിരമായ കുടിയേറ്റം കുറയ്ക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാരിന്റെ കുടിയേറ്റ നയത്തെ അദ്ദേഹം വിമർശിച്ചു. 5 വർഷത്തിനിടെ 1.8 ദശലക്ഷം പുതിയ കുടിയേറ്റക്കാരുടെ വർധനയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് പ്രധാന നഗരങ്ങളിലെ ഭവന പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നയമാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും ഫെബ്രുവരിയിലെ പുതിയ ഡേറ്റ കാണിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്കുള്ള വിദ്യാർത്ഥി വിസകളുടെ മുൻനിര സ്രോതസ്സായി ചൈനയെ മറികടന്നു എന്നാണ്. ഫെബ്രുവരിയിൽ മാത്രം 2,734 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിച്ചു. മുൻമാസം ഇത് 2,398 ആയിരുന്നു. ഫെബ്രുവരി അവസാനത്തോടെ ആകെ 5,000 കവിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച് ഒമാൻ എയർ. പ്രവാസികൾ ഉൾപ്പെടെ 1000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർപോർട്ട് ചെയർമാനുമായ സയ്യിദ് ബിൻ ഹമൂദാണ് ഇക്കാര്യം അറിയിച്ചത്. കമ്പനിയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. 4,300 ജീവനക്കാരായിരുന്നു നേരത്തെ ഒമാൻ എയറിൽ ജോലി ചെയ്തിരുന്നത്. ജീവനക്കാരുടെ എണ്ണം മറ്റ് വിമാന കമ്പനികളെക്കാൾ ഒമാൻ എയറിൽ കൂടുതലാണ്. എന്നാൽ ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ VRS പദ്ധതി ആരംഭിച്ചിരുന്നു. ഇതിൽ 310 ജീവനക്കാർ ഓഫർ സ്വീകരിച്ചു. ബാക്കിയുള്ള ജീവനക്കാരുടെ എണ്ണമാണ് വെട്ടിക്കുറച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാഫിക് പിഴകൾക്ക് പ്രത്യേക ഇളവുമായി ഷാർജ. 10 വർഷം പഴക്കമുള്ള 6 ലക്ഷത്തിലധികം പിഴകളാവും എഴുതിത്തള്ളുക. ദീർഘകാലമായി നിലനിൽക്കുന്ന ഗതാഗത നിയമലംഘന കേസുകൾ, കാലഹരണപ്പെട്ട വാഹന രജിസ്ട്രേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് പിഴകൾ എഴുതിത്തള്ളാനുള്ള പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. എന്നാൽ ഇതുപ്രകാരം ട്രാഫിക് നിയമലംഘനം 2015 ഏപ്രിലിന് മുമ്പുള്ളതായിരിക്കണം. പഴയ ട്രാഫിക് പിഴകൾ ഒഴിവാക്കി കിട്ടുന്നതിനായി വാഹന ഉടമകളോ ബന്ധപ്പെട്ടവരോ ഷാർജയിലെ ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സർവീസ് സെന്റർ സന്ദർശിക്കണം. ഇളവിന് അപേക്ഷിക്കുന്നതിന് വ്യക്തികൾ 1000 ദിർഹം അപേക്ഷാ ഫീസ് നൽകേണ്ടതുണ്ട്. എന്നാൽ ആകെ പിഴ 1000 ദിർഹത്തിൽ താഴെയുള്ളവർക്ക് പ്രോസസ്സിംഗ് ഫീസ് നൽകേണ്ടതില്ല. അതായത് വ്യക്തികൾക്ക് ട്രാഫിക് പിഴകളുടെ കുടിശ്ശിക പ്രശ്നം പരിഹരിക്കുന്നതുവരെ പുതിയൊരു വാഹനം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനോ നിലവിലുള്ള വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാനോ കഴിയില്ല.
റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും വാഹനമോടിക്കുന്നവരുടെ ഫയലുകൾ ശുദ്ധീകരിക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളവും 10ാം സ്ഥാനമാണ് ഹമദിന് ലഭിച്ചത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ വേൾഡിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളതലത്തിൽ അതിന്റെ പ്രമുഖ സ്ഥാനം നിലനിർത്തി. 2024 ഹമദ് വിമാനത്താവളം വഴിയുള്ള അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം 5,27,14,976 ഉയർന്നുവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത് 2023 അപേക്ഷിച്ച് 14.8% വർധനവും 2019 അപേക്ഷിച്ച് 35.9% വർധനയുമാണ് കാണിക്കുന്നത്. 2024 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഏകദേശം 4,300 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. എയർ കാർഗോയിൽ ഹമദ് വിമാനത്താവളത്തിന്റെ പ്രകടനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. 2024 26,16,849 മെട്രിക് ടൺ കാർഗോ ലോഡ് ചെയ്ത് ഇറക്കി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാർഗോ വിമാനത്താവളങ്ങളിൽ 8ാം സ്ഥാനത്തെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.